ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVSൽ 6th യൂണിറ്റ് ആണ് കേട്ടോ. നമ്മുടെ 6ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് മക്കളെ? ലിവിങ് സേഫ്ലി എന്നാണ് അല്ലേ? എന്താണ് മക്കളെ? ലിവിങ് സേഫ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് സേഫ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, സുരക്ഷിത ജീവിതം എന്നാണ് അല്ലേ? എന്താണ് മക്കളെ? സുരക്ഷിത ജീവിതം. കൂട്ടുകാർക്ക് അവിടെ ഒരു ചിത്രം കാണാം. എന്താണ് മക്കളെ അവിടെ കാണുന്നത്? നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലേ? പിന്നെ ആരാണ് അവിടെ ഉള്ളത്? നമ്മുടെ ക്ലാസ്സിലുള്ള ടീച്ചറും അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്തോ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളും നിങ്ങളുടെ സ്കൂളിൽ ഇത്തരത്തിൽ ടീച്ചർമാരോടൊപ്പം പാട്ടുപാടിയൊക്കെ കളിക്കാറില്ലേ? അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പാഠഭാഗത്ത് എന്താണ് പറയുന്നത്? ആദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയംകാരുടെ ഭാഗം ഡിസ്കസ് ചെയ്തതിന് ശേഷം മലയാളം മീഡിയത്തിലോട്ട് വരാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ദ ടീച്ചർ എൻറ്റേർഡ് കുട്ടൻസ് ക്ലാസ് വിത്ത് എ ന്യൂ ഗെയിം. ഷീ ആൻഡ് ദി സ്റ്റുഡൻറ്റ് സാങ് എ സോങ് ആൻഡ് ഡാൻസ്ഡ് ടുഗദർ ഇൻ ട്യൂൺ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അവിടെ ചിത്രത്തിൽ ആരെയാണ് മക്കൾ കാണുന്നത്? കുട്ടനെയും അവൻ്റെ ടീച്ചറെയുമാണ് അല്ലേ? അപ്പം നോക്കിക്കേ, പുതിയ ഒരു കളിയുമായാണ് കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ എത്തിയത്. ടീച്ചറും കുട്ടികളും ചേർന്ന് പാട്ടുപാടി താളത്തിൽ കളിച്ചു തുടങ്ങി. അപ്പോൾ നമ്മുടെ കുട്ടനും കുട്ടൻ്റെ ക്ലാസ്സിലെ ടീച്ചറും മറ്റു കുട്ടികളുടെയൊക്കെ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ടീച്ചറും കുട്ടികളൊക്കെ ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, എന്താണ് അവർ പാടിയിട്ടുള്ളത് നോക്കൂ. വെൻ വൺ ഫിംഗർ ഷേക്സ്, വെൻ ഇറ്റ് ഷേക്ക് ഇറ്റ് സെൽഫ്, ലെറ്റ്സ് ഡാൻസ് സിങ് ആൻഡ് പ്ലേ. വെൻ വൺ ഫിംഗർ ടു ഫിംഗേഴ്സ് ഷേക്ക്, when they shake themselves, let's dance, sing and play. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്കിക്കേ, ഒരു വിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ അവിടുന്ന് ടീച്ചറും കുട്ടികളും പാട്ടുപാടി കളിക്കുന്നത് അല്ലേ? അതിലേക്ക് കൂട്ടുകാരടുത്ത് പറഞ്ഞത് കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്തിട്ട് നമുക്കും ഈ കളി കളിച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, ആദ്യത്തെ വരിയിൽ എന്താണ് പറയുന്നത്? ഒരു വിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം എന്നാണ് അല്ലേ? രണ്ടാമത്തെ വരിയിലോട്ട് എത്തുന്ന സമയത്ത് എന്തായി? ഒരു വിരൽ ഇരുവിരൽ ആടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് ആദ്യം ഒരു വിരലും പിന്നെ ഇരുവിരൽ എന്ന് പറഞ്ഞാൽ 2 വിരലും ചേർത്ത് പറയാണ് അല്ലേ? ഒരു വിരൽ ഇരുവിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഇനി നമ്മൾ അതിലേക്ക് വരികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയണം? അടുത്തൊരു വിരൽ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പാടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാരും ടീച്ചറൊക്കെ ആയിട്ട് പാടി അവതരിപ്പിക്കൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ? നോക്കിക്കേ മക്കളെ, ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ് മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് പരിസരത്തുള്ള കൂട്ടുകാരുമൊക്കെ ആയിട്ട് പലതരം ഗെയിമുകളിലെ കളികളൊക്കെ കളിക്കാറുണ്ട്. ഏതൊക്കെ ഗെയിമുകളാണ് കൂട്ടുകാർ കളിക്കാറുള്ളത്? മിസ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം? അവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള മറുപടി കൂടി നിങ്ങൾ പറയണം കേട്ടോ. ഇനി പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ് കേട്ടോ. എന്തൊക്കെ ഗെയിംസാണ് നിങ്ങളുടെ കൂട്ടുകാരൊപ്പം നിങ്ങൾ കളിക്കാറുള്ളത് മക്കളെ? അവിടെ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾ കളിക്കുന്ന ഒരുപാട് കളികളുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം തന്നിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ എന്താണ് മക്കളെ? ഏത് കളിയാണ് തന്നിട്ടുള്ളത്? ഏതാണ് ഈ ഒരു കളി? നമ്മൾ ഒരു ചോക്ക് കൊണ്ടോ കരി കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യും? നമ്മളൊരു വട്ടം വരയ്ക്കും അല്ലേ? അതെന്താണ്? കുളമാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ? എന്നിട്ട് പുറത്ത് കുറേ ആളുകൾ ചുറ്റിലും നിന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും? കുളം കര എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരൂലേ? കുളം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും വട്ടത്തിനകത്തേക്ക് ചാടും അല്ലേ? കര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്കും ചാടണം അല്ലേ? അപ്പം പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടേക്ക് ചാടണം. തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കളിയിൽ നിന്ന് പുറത്ത് പോകും അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ കളി എന്താണ് മക്കളെ? ഗോലിക്കളിയാണ് അല്ലേ? അതെല്ലാവരും പ്രത്യേകിച്ച് ബോയ്സിന് ആൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടമല്ലേ ആ കളി? നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും.
സ്കൂളിലെ കൂട്ടുകാരൊക്കെ ഒത്ത് കളിക്കാറുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് എന്താ? സാറ്റ് കളിക്കുന്നത് അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ സ്കൂളിലുള്ള കൂട്ടുകാരോടൊക്കെ ഒപ്പത്ത് കളിക്കുന്ന കളിയാണ് സാറ്റ് കളി അല്ലേ? നമ്മൾ എങ്ങനെയാണത് കളിക്കുക? ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യില്ലേ? 50 വരെയോ 100 വരെയൊക്കെ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും അല്ലേ? എന്നിട്ട് എണ്ണുന്ന ആൾ വന്നിട്ട് എന്ത് ചെയ്യും? ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിച്ചിട്ട് സാറ്റ് പറയില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ള കളിയാണ്. ഇപ്പോഴും നമ്മൾ കളിക്കുന്ന കളിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ മക്കൾക്ക് അവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾ കൂട്ടം ചേർന്ന് കളിക്കാറുള്ള കളികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കളികളെല്ലാം ഇങ്ങനെയാണ് നമ്മൾ കളിക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒപ്പത്ത് കൂട്ടം ചേർന്ന്, അതായത് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളിയാണ് അല്ലേ? ഓക്കെ മക്കളെ. അപ്പോൾ മക്കളടുത്ത് ചോദിച്ചത് എന്താണ്? നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളുടെ ഏതെങ്കിലും കളികളുടെ 3 പേര് അവിടെ എഴുതാനായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം മക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പറ്റുന്നവർ മിസ് പറഞ്ഞ പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഒന്ന് നമുക്ക് ഫുട്ബോൾ എഴുതാം അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ആയിട്ടുള്ള കളിയാണ് എന്താ? ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലേ? ഫുട്ബോൾ. ഓക്കെ മക്കളെ. ഇനി അടുത്ത് നമുക്ക് എന്ത് എഴുതാം? ക്രിക്കറ്റ് എഴുതാം അല്ലേ? ഫുട്ബോള്, അതുപോലെ തന്നെ ക്രിക്കറ്റ്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ ഒളിച്ച് കളിക്ക് എന്താണ് മക്കളെ പറയാ? ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് പറയുക അല്ലേ? ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ? ഒളിച്ചു കളി. ഓക്കെ മക്കളെ. അപ്പോൾ മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം നമുക്ക് ഫുട്ബോൾ എഴുതാം, ക്രിക്കറ്റ് അല്ലേ? ഫുട്ബോൾ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ക്രിക്കറ്റ് പറഞ്ഞു അല്ലേ? ഫുട്ബോൾ, ക്രിക്കറ്റ്. അതുപോലെ തന്നെ ഒളിച്ചുകളി പറഞ്ഞു അല്ലേ? ഒളിച്ചുകളിക്ക് എന്താണ് പറയുക? ഹൈഡ് ആൻഡ് സീക്കാണ് കേട്ടോ, ഒളിച്ചുകളി. ഓക്കെ മക്കളെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളാണ് അല്ലേ? മറ്റ് കളികൾ കൂട്ടുകാർ കളിക്കുന്ന മറ്റ് കളികളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ. ഇനി നമുക്കവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നോക്കിക്കേ. ഡു യു നോ ദ ഗെയിംസ് ഷോൺ എബോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നോക്കിക്കേ. ഈ കളികൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം നമുക്ക് അറിയുന്ന കളികളാണ്, നമ്മൾ കളിച്ചിട്ടുള്ള കളികളാണ്. കുളങ്കര പറഞ്ഞു, നമ്മൾ ഒളിച്ചുകളി പറഞ്ഞു, പിന്നെ ഗോലി കളിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി നമുക്കവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് മക്കളെ, നമ്മൾ ഇത്തരത്തിൽ ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ ഫോണിൽ ഗെയിം കളിക്കുകയാണ് അല്ലേ? അപ്പം ആ ഫോണിൽ ഗെയിം കളിക്കുന്നതും ഇത്തരത്തിൽ നമ്മൾ ഒളിച്ച് കളിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മക്കളെ? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടോ? നമ്മൾ ഫോണിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കൂട്ടുകാരുമൊത്തൊക്കെ ഇങ്ങനെ ഓടിച്ചാടി പറമ്പിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിച്ച് നടക്കുന്നതാണോ നമുക്ക് നമ്മുടെ ഫിസിക്കലി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമുള്ളത്? നമുക്കതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഫോണിൽ ഒരിടത്ത് ഇരുന്ന് കളിക്കുന്നതിനേക്കാൾ ഒത്തിരി ഗുണങ്ങളുള്ളത് എങ്ങനെയാണ്? ഇത്തരത്തിൽ നമ്മൾ ഓടിച്ചാടി ഉള്ള കളികളിൽ ഏർപ്പെടുമ്പോഴാണ് അല്ലേ? ഒന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കായിക ശേഷി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? കായിക ശേഷി കൂടുന്നുണ്ട്. ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ? നമ്മൾ ഒരിടത്ത് കളിച്ചാലൊന്നും നമ്മുടെ ആരോഗ്യം നന്നതായിട്ട് വരുന്നില്ല. നമ്മുടെ ആരോഗ്യത്തിന് എന്ത് വേണം? കൃത്യമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ വരണം അല്ലേ? അപ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുത്തിൽ അടങ്ങിയിരുന്നിട്ട് അങ്ങനെ ഫോൺ കാണുകയും ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഗെയിം കളിക്കുന്നതും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കളികളൊക്കെ ഏർപ്പെട്ടാലേ നമുക്ക് എന്താവുള്ളൂ? നമ്മുടെ കായിക ശേഷി കൂട്ടാനായിട്ട് കഴിയുള്ളൂ, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടാനായിട്ട് കഴിയുള്ളൂ. അപ്പം അത്തരത്തിൽ മറ്റെന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ,
അവിടെയാണ് മിസ് കൊടുത്തിട്ടുണ്ട് വിവിധ തരം കളികളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ കേട്ടോ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് എൻഗേജിങ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞില്ല എന്താണ്, ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ, അതായത് നമ്മുടെ കായികശേഷി എന്ത് ചെയ്തു കൂടുന്നു. അതുപോലെ സെക്കൻഡ് വൺ നോക്കിക്കേ, ഏബിൾ ടു ജോയിൻ ദി ഗ്രൂപ്പ് അല്ലേ, ഏബിൾ ടു ജോയിൻ ദി ഗ്രൂപ്പ്, അതായത് സംഘം ചേരാൻ കഴിയുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഫോണൊക്കെ നമ്മുടെ പാരൻസിൻ്റെ ഫോണൊക്കെ കിട്ടിയാൽ നമ്മൾ അതിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നമ്മളും ആ ഒരു ഫോണ് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അറിയില്ല. നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ആരാണെന്നോ അവിടെയുള്ള കൂട്ടുകാരാരൊക്കെയാണോ അവരുടെ പേരെന്താണോ എന്നിങ്ങനെ തുടങ്ങിയിട്ടൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള കളികളൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട് മക്കളെ, ആ സംഘം ചേരാനായിട്ട് കഴിയുന്നുണ്ടല്ലേ, ഏബിൾ ടു ജോയിൻ ദി ഗ്രൂപ്പിൽ, അതായത് പുതിയ ആളുകളുമായിട്ട് കൂട്ടുകൂടാനും അവരുമായിട്ട് പരിചയത്തിലാവാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അടുത്തത്, ഗെറ്റിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വ്യായാമം ലഭിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഹെൽത്തിന് വളരെയേറെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, വ്യായാമം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് വൺ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീഡർഷിപ്പ് സ്കിൽസ് ആർ ഫോംഡ് അല്ലേ. ലീഡർഷിപ്പ് സ്കിൽസ് ആർ ഫോംഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നേതൃത്വ ഗുണം രൂപപ്പെടുന്നു അല്ലേ. നമ്മളൊരു ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ അതിലൊരാൾ വന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കില്ല, അറിയാത്ത കൂട്ടുകാർക്കൊക്കെ ഒരു ഗെയിം കളിക്കില്ല, ഇപ്പോൾ ഫുട്ബോൾ ആയിക്കോട്ടെ, ബോയ്സൊക്കെ കൂടുതലും കളിക്കുന്ന കളിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ എന്തൊക്കെയാണ് അതിലെ റൂള് അല്ലേ, ആര് ഗോളിയായിട്ട് നിൽക്കണം, പന്ത് അവിടേക്ക് പോകാൻ പാടില്ല, ഇവിടേക്ക് പോകാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലൊരു ലീഡർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ. എന്നിട്ട് ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടു നടക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്കില്ല് നമ്മളിൽ രൂപപ്പെടുന്നത് ഇത്തരം കളികളിലൊക്കെ ഏർപ്പെടുന്ന സമയത്താണ്. അല്ലെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോണിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു സ്കില്ലുണ്ടാവും മക്കളെ. ഒരുപാട് ആളൊക്കെ കാണുന്ന സമയത്ത് അവരെ നമ്മൾ അണ്ടറിൽ കൊണ്ടുവരാനും അവരെല്ലാവരും ഒരേപോലെ ഇങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെയുള്ളൊരു സ്കില്ല് നമ്മൾ രൂപപ്പെടുമോ, ഒരിക്കലുമില്ല അല്ലേ. നമ്മൾ ഇത്തരം കളികളിലൊക്കെ ഏർപ്പെടുമ്പോഴേ നമുക്ക് അത്തരത്തിലുള്ള സ്കിൽസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ ഈസ് ഫോംഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് സഹകരണ മനോഭാവം രൂപപ്പെടുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ അല്ലേ. സഹകരണ മനോഭാവം നമുക്ക് വേണം. ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ തമ്മിൽ എന്തെങ്കിലും തർക്കമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അത് വിഷമമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, അതാ ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ എടുക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബാറ്റും ബോളൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരോ, ഇല്ല അല്ലേ. മറ്റുള്ള കൂട്ടുകാരെ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവരോടൊക്കെ സഹകരിച്ച് നിങ്ങൾ വീണ്ടും ആ ഗെയിമിൽ എന്ത് ചെയ്യും, പങ്കെടുത്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു സഹകരണ മനോഭാവം എന്ത് ചെയ്യും, കുട്ടികളിൽ രൂപപ്പെടാനായിട്ട് ഇത്തരത്തിലുള്ള ഗെയിം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് ആൻഡ് ഇൻറ്റിമസി ആർ സ്ട്രെങ്തഡ്, അതായത് സ്നേഹവും അടുപ്പവും ഒക്കെ എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുന്നു അല്ലേ. നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നല്ല സ്നേഹത്തിലായിരിക്കും, അവരോട് അടുപ്പമുണ്ടായിരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം അല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരതിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ലവും ഇൻറ്റിമസിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏബിൾ ടു ഫോർമുലേറ്റ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കഴിയും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പം തന്നെ നമ്മൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ അവിടെ തന്നെ കണ്ടെത്തും. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. നമ്മൾ ഇത്തരത്തിലുള്ള സംഘം ചേർന്നൊക്കെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 1-2 കൂട്ടുകാരൊക്കെ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രശ്നത്തിന് വേഗം സൊല്യൂഷനൊക്കെ കണ്ടെത്തും അല്ലേ, പരിഹാരമൊക്കെ നമ്മൾ കണ്ടെത്തും അല്ലേ. അപ്പോൾ ആ ഒരു പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുത്താനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻക്രീസ് തിങ്കിങ് പവർ എന്നുള്ളത്, അതായത് നമ്മുടെ ചിന്താശക്തി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഈസ് പ്രാക്ടീസർ അല്ലേ, അച്ചടക്കം എന്ത് ചെയ്യും, ശീലിക്കില്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഡിസിപ്ലിൻ ഈസ് പ്രാക്ടീസർ, അച്ചടക്കം ശീലിക്കുന്നു. അതുപോലെ ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫോളോയിങ് ദി റൂൾസ് ഈസ് ബോൺ, അതായത് നിയമങ്ങൾ പാലിക്കാനുള്ള മനോഭാവം ജനിക്കുന്നു അല്ലേ. നമ്മളൊരു ഗെയിം ആവുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ഒത്തിരി നിയമങ്ങൾ ഉണ്ടാവില്ല, റൂൾസ് ഉണ്ടായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് തോന്നുമ്പോൾ പോയി ബാറ്റ് അടിക്കുക, തോന്നുമ്പോൾ പോയി ബോൾ അടിക്കുക, അല്ലെങ്കിൽ തോന്നുമ്പോൾ പോയിട്ട് നമ്മൾ ഓടി റൺസ് എടുക്കുക, അങ്ങനെയാണോ മക്കളെ? അല്ല, അതിനൊക്കെ എന്തുണ്ട്,
എന്താ പ്രത്യേകം റൂൾസ് ഉണ്ടല്ലേ, നിയമങ്ങൾ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നമ്മളൊരു ഗെയിം കളിക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് റൂൾസൊക്കെ ഒബേ ചെയ്യാനുള്ള, നിയമങ്ങളൊക്കെ പാലിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും നമ്മളിൽ ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ മക്കൾക്ക് കഴിയുന്ന ഒരു 3-4 പോയിന്റുകൾ എന്ത് ചെയ്യുക മക്കൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്ക് വളരെ ഈസി ആയിരിക്കും, കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് പുതിയ വേർഡ്സ് ഉണ്ട് നമുക്ക് EVS ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, മിസ് ഒരുപാട് പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് കഴിയുന്ന പോയിന്റ്സ് മാത്രം, ഒരു 3-4 പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതൊക്കെ മക്കൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കളികളുടെ കുറിച്ചിട്ട് മിസ് കുറച്ചൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. നമ്മൾ ഒത്തിരി കളികൾ നമ്മുടെ കൂട്ടുകാരും ഒക്കെ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലുള്ള പല കളികളും കൂട്ടുകാർക്ക് അറിയുന്നതായിരിക്കും. ഇനി നിങ്ങൾ പുതുതായിട്ട് പറയുന്ന കളികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം നിങ്ങളൊന്ന് കളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ ആദ്യത്തെ ഒരു കളിയാണ് പന്ത് കൈമാറ്റ കളി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കളിക്കാന്ന് വെച്ചാൽ നോക്കിക്കേ, കുട്ടികൾ വൃത്തത്തിലിരിക്കുന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ പന്ത് കൊടുക്കണം. ഒരാൾ കുട്ടികളെ കാണാൻ കഴിയാത്ത തരത്തിൽ ഒരിടത്തിരിക്കണം. അയാൾ വിസിലടിക്കുമ്പോൾ കുട്ടികൾ പന്ത് കൈമാറണം. വീണ്ടും വിസിലടിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ പന്ത് എത്തിയത് അയാൾ പുറത്തു പോകും. വീണ്ടും കളി തുടരും. അവസാനം വരെ പുറത്തു പോകാതിരിക്കുന്ന കുട്ടി കളി ജയിക്കുന്നു. എന്താണ് മക്കളെ പന്ത് കൈമാറ്റ കളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളതിന് കൂട്ടുകാരൊക്കെ ഒത്തിട്ട് എന്ത് ചെയ്യുക, സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്ന് കളിച്ച് നോക്കുക കേട്ടോ. അതായത് കുറേ കുട്ടികൾ ചേർന്ന് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ഒരു കളിയാണ് ഈ പന്ത് കൈമാറ്റ കളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, വട്ടത്തിൽ അങ്ങനെ ഇരിക്കുക. അതിലൊരു കുട്ടി മാത്രം എന്ത് ചെയ്യണം, അല്പം അകലെ, ഈ കുട്ടികളെ കാണാത്ത രീതിയിൽ കുറച്ച് അകലെ മാറി നിൽക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നാലും മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വട്ടത്തിലിരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു പന്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പുറത്ത് മാറി നിൽക്കുന്ന ഒരു കുട്ടിയിലെ അവൻ എന്ത് ചെയ്യും, ഒരു വിസിലടിക്കുന്ന സമയത്ത് ഈ പന്ത് അങ്ങനെ ഓരോരുത്തർ കൈമാറി പോവുക. അടുത്തൊരു വിസിൽ കേൾക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, പന്ത് അങ്ങനെ കൈമാറി പോകണം. എന്നിട്ട് എന്ത് ചെയ്യുക, വിസിലടിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ പന്ത് എത്തിയിട്ടുള്ളത് അയാൾ എന്ത് ചെയ്യും മക്കളെ, ആ ഒരു കളിയിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്യുക. അങ്ങനെ അവസാനം വരെ ആ ഒരു കളിയിൽ നിന്ന് പുറത്ത് പോകാതെ നിൽക്കുന്ന ആളായിരിക്കും ആ ഒരു കളിയിലെ വിജയ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ അതാണ് പന്ത് കൈമാറ്റ കളി. മക്കൾക്ക് അറിയില്ലെങ്കിൽ ഇനി ഒന്ന് കളിച്ച് നോക്കാം കേട്ടോ. അടുത്തുള്ള ഒരു കളിയാണ് ബക്കറ്റും പന്തും എന്ന് പറയുന്നത്. എന്താണ് മക്കളെ കളി നോക്കുകയും, കുട്ടികൾ വൃത്തത്തിൽ നിൽക്കുന്നു. മധ്യത്തിൽ ഒരു ബക്കറ്റ് വെക്കുന്നു. ഒരു റബ്ബർ പന്ത് നിശ്ചിത ദൂരത്ത് നിന്ന് എറിഞ്ഞ് ബക്കറ്റിനുള്ളിൽ വീഴ്ത്തണം. ബക്കറ്റിനുള്ളിൽ പന്ത് വീഴ്ത്തുന്ന കുട്ടി കളിയിൽ വിജയിയാകുന്നു അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ, ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, റബ്ബർ പന്ത് നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് എറിഞ്ഞിട്ട് അതിലേക്ക് വീഴ്ത്തുക അല്ലേ. അതൊക്കെ നമ്മൾ കളിക്കുന്ന കളികളാണ്. അപ്പോൾ ബക്കറ്റിനുള്ളിൽ വീഴ്ത്തുന്ന കുട്ടിയായിരിക്കും വിജയിയാവുക അല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി അടുത്തൊരു കളിയാണ് മഴ കയ്യടി. അത് നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ടീച്ചർമാരും കുട്ടികളെല്ലാവരും ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മളെ ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കുട്ടികൾ കൈയടിക്കുന്നു. ഇടതു കൈയിൽ വലതു കൈവിരൽ ചേർത്ത് ശബ്ദം ഉണ്ടാക്കട്ടെ. ക്രമേണ 4 വിരലുകൾ, 3 വിരലുകൾ, 2 വിരലുകൾ, 1 വിരലുകൾ, വീണ്ടും 2 വിരൽ, 3 വിരൽ, 4 വിരൽ എന്നിങ്ങനെ ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കട്ടെ. നമ്മൾ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ മഴ പെയ്യിപ്പിക്കുന്നതാണ് അല്ലേ. ഒരു കൈ വെച്ചിട്ടും അടുത്ത കൈയുടെ വിരൽ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഒരു 4 വിരൽ ഒന്നിച്ചടിക്കും അല്ലേ. പിന്നെ അതെന്ത് ചെയ്യും, 3 വിരലാക്കിയിട്ട് അടിക്കും. പിന്നെ 2 വിരലുകളായിട്ട് അടിക്കും. പിന്നെ 1 വിരലായിട്ട് അടിക്കും. വീണ്ടും 2 വിരലടിക്കും, 3 വിരലടിക്കും, 4 വിരലൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് മഴ പെയ്യുന്ന പോലെ തോന്നും അല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മിസ്സൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്തു തരും കേട്ടോ. ഓക്കെ, അടുത്തത് പിന്നെ ഒന്നാണ് താളം പിടിക്കലെന്ന് പറയുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് 3 പ്രാവശ്യം കൈകൊട്ടുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, തുടയിൽ തട്ടി ശബ്ദമുണ്ടാക്കും. നമ്മൾ കാലിൻ്റെ തുടയിൽ എന്ത് ചെയ്യുക, തട്ടി ശബ്ദമുണ്ടാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വലത് കൈവിരൽ ഞൊടിക്കുന്നു. ഞൊടിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയില്ലേ, ഒരു വിരൽ എന്ത് ചെയ്യുക, മറ്റൊരു വിരലിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനെയാണ് ഞൊടിക്കലെന്ന് പറയുക കേട്ടോ. അതിനുശേഷം ഇടത് കൈവിരൽ 3 പ്രാവശ്യം ഞൊടിക്കുന്നു. പിന്നെ വലതുകാൽ 3 പ്രാവശ്യം തറയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തത് ആവർത്തിക്കുക. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും കൂടി ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ, കേൾക്കാനായിട്ട് ഒരു പ്രത്യേക താളായിരിക്കും. അപ്പോൾ മക്കളത് ചെയ്തു നോക്കുക. പിന്നെയുള്ളതാണ് പ്രതിമ കളി എന്ന് പറയുന്നത്. അതെന്താ നോക്കിക്കുക മക്കളെ, കുട്ടികൾ വൃത്താകൃതിയിൽ ഓടുന്നു.
ടീച്ചർ വിസിൽ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു. വിസിൽ നിൽക്കുമ്പോൾ ഓടുന്നവർ നിശ്ചലമാകുന്നു. ചലനം പാടില്ല. വിസിൽ നിൽക്കുമ്പോൾ ചലിക്കുന്നവർ കളിയിൽ നിന്ന് പുറത്താവും. അത് നമ്മൾ മറ്റു പല പേരിലൊക്കെ നമ്മൾ കളിക്കാറുണ്ടല്ലേ. ഈ പ്രതിമ കളി നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യും, ഫ്രീസായിട്ട് നിൽക്കും അല്ലേ. ഫ്രീസ് എന്ന് പറയുന്ന സമയത്ത് ഫ്രീസായി നിൽക്കും. ഇളകുന്ന ആൾ എന്ത് ചെയ്യും, ആ ഒരു കളിയിൽ നിന്ന് ഔട്ടായി പോകും അല്ലേ. അത് നമുക്കറിയാവുന്ന കളിയാണ്. ദെൻ അടുത്തത് പെട്ടി നിറയ്ക്കൽ എന്ന കളിയാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഓരോ ഒഴിഞ്ഞ തീപ്പട്ടിക്കൂടും തീപ്പട്ടിക്കോലുകളും കുട്ടികൾക്ക് നൽകുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ തീപ്പട്ടിക്കൂടിനുള്ളിൽ എത്ര കൂടുതൽ തീപ്പട്ടിക്കോല് നിറയ്ക്കുന്ന കുട്ടിയെ വിജയിയായിട്ട് അല്ലേ, ഏറ്റവും കൂടുതൽ തീപ്പട്ടിക്കോല് നിറയ്ക്കുന്ന കുട്ടിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒഴിവ് സമയമൊക്കെ കളിച്ച് നോക്കാൻ പറ്റുന്ന കളിയാണ് തീപ്പെട്ടി എടുക്കുക കേട്ടോ. തീപ്പെട്ടി അതിലുള്ള കൊള്ളികളും വേണം. എന്നിട്ട് കൊള്ളികളെല്ലാം പുറത്തിട്ടതിന് ശേഷം 2 പേര് തമ്മിൽ അല്ലെങ്കിൽ ഒരുപാട് പേരൊക്കെ തമ്മിൽ നമുക്ക് കളിക്കാവുന്നതാണ്. എന്നിട്ട് ഒരു സമയം വെക്കുക. സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തീപ്പെട്ടി ആ കൊള്ളികൾ ആരാണോ കൂട്ടിനുള്ളിലാക്കിയത് അവരായിരിക്കും കളിയിൽ ജയിക്കുക. അടുത്ത കളി നോക്കിക്കേ മക്കളെ, ചിരിയോ ചിരി എന്നതാണ്. നോക്കൂ, കുട്ടികളെ വൃത്താകൃതിയിൽ നിർത്തുക. ഒരു കുട്ടിയോട് പുഞ്ചിരിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് കൈകൊണ്ട് തുടച്ച് പുഞ്ചിരി മായ്ക്കുന്നതായി അഭിനയിച്ച ശേഷം മറ്റൊരു കുട്ടിക്ക് നേരെ കൈ ചൂണ്ടാൻ നിർദ്ദേശിക്കുകയും ചെയ്യുക. കൈ ചൂണ്ടപ്പെട്ട ആ കുട്ടി മാത്രം ചിരിക്കുകയും ഗ്രൂപ്പിലെ മറ്റാരെങ്കിലും ചിരിച്ചാൽ അവരെ കളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു വെറൈറ്റി കളിയാണ് അല്ലേ. നമ്മൾ മിസ്സൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കളിയാണ്. മക്കളൊന്ന് കളിച്ച് നോക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളൊക്കെ അങ്ങനെ റൗണ്ടിൽ നിർത്തുക. എന്നിട്ട് ഒരു കുട്ടിയോട് എന്ത് ചെയ്യുക, ചിരിക്കാനായിട്ട് ആവശ്യപ്പെടാം. ആ കുട്ടി പിന്നീട് എന്ത് ചെയ്യുക, മുഖത്തിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് പുഞ്ചിരി മായുന്ന പോലെ, അത് പെട്ടെന്ന് നമ്മുടെ ഭാവം മാറും. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കൈ നമ്മുടെ മുഖത്തിലൂടെ തുടച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ പുഞ്ചിരി മാഞ്ഞു പോവാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, അവന് പിന്നീട് കൈ ചൂണ്ടിക്കുന്ന കുട്ടി എന്ത് ചെയ്യണം, ചൂണ്ടുന്ന കുട്ടി മാത്രമേ ചിരിക്കാനായിട്ട് പാടുള്ളൂ. മറ്റാരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ എന്താവും, അവർ ആ കളിയിൽ നിന്ന് പുറത്താവും അല്ലേ. അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതാണ് സൂചിയും നൂലും. അപ്പോൾ സൂചിയിൽ നൂല് കോർക്കൽ മത്സരമാണ്. നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിലകം എന്ത് ചെയ്യാം, നടന്നുകൊണ്ട് സൂചിയിൽ നൂല് കോർക്കുക കേട്ടോ. ആദ്യം സൂചിയിൽ നൂല് കോർക്കുന്ന കുട്ടിയായിരിക്കും വിജയിക്കുക. നമ്മൾ നിന്നല്ല കോർക്കേണ്ടത്, എന്ത് ചെയ്യുക, നടന്നുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കുക. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, സൂചിയും കൊടുക്കുക, നൂലും കൊടുക്കുക. എന്നിട്ട് വിസിലടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സൂചിയുടെ ചെറിയ ഓട്ടയ്ക്കുള്ളിൽ നമ്മൾ നൂല് കോർത്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള കളികളാണ്. മക്കൾക്ക് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് കളിച്ച് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അടുത്ത നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദി അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അതായത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മളിപ്പം പറഞ്ഞു അല്ലേ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഇത്തരത്തിലുള്ള കളികളൊക്കെ അല്ലേ, നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് കളിക്കുന്ന കളികളിലൊക്കെ ഏർപ്പെടുത്തണം. ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ, അതായത് വീട്ടിലിരുന്നുകൊണ്ടിരിക്കുന്ന ഗെയിമാണോ, അല്ല, ഔട്ട്ഡോർ ഗെയിം, അതായത് നമ്മൾ പുറത്ത് പോയിട്ട് മറ്റു കൂട്ടുകാരുമൊക്കെ ഒത്ത് ഓടിയും ചാടിയൊക്കെ കളിച്ചാൽ എന്താണ്, അതാണ് നമ്മുടെ നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ. ഒന്നെന്താണ്, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ സഫിഷ്യൻറ്റ് സ്ലീപ്പ് അല്ലേ, അതായത് നമ്മുടെ ശരിയായ ഭക്ഷണശീലവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറക്കം അല്ലേ. ഇത് രണ്ടും നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത്തരത്തിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ, വാട്ട് ആർ ദി അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് അല്ലേ, ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലേ, അതായത് ന്യൂട്രീഷ്യസ് ആൻഡ് ഓൺലി നെസസറി ഫുഡ് അറ്റ് റൈറ്റ് ടൈം, അതായത് നമ്മുടെ ശരിയായ ഭക്ഷണശീലം. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് മക്കൾ പഠിക്കേണ്ട, ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി കേട്ടോ. പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ് കേട്ടോ, അതായത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പഠിക്കാൻ നമ്മൾ ചെറിയ കുട്ടികളാണ്, നമുക്ക് ചിലപ്പം പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പോയിന്റ്സ് ഷോർട്ടാക്കാൻ പറ്റുമെങ്കിൽ മക്കൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലേ, അതായത് ശരിയായ ഭക്ഷണശീലം. നമ്മൾ കൃത്യസമയത്ത് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. പക്ഷേ കൃത്യസമയം നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിന് വേണ്ടതല്ല നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഈ കൃത്യസമയം നോക്കി കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ മക്കളെ? ഇല്ല. നമ്മൾ എങ്ങനത്തെ ഭക്ഷണം വേണം കഴിക്കാനായിട്ട്?
ഇഷ്ടമുള്ള എന്തെങ്കിലും വാരി വലിച്ച് കഴിച്ചാൽ മതിയോ? പോരാ. നമ്മൾ നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാനായിട്ട് അല്ലേ. നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ, അഡിക്വേറ്റ് സ്ലീപ്പ് മിനിമം 9 hours ഫോർ ചിൽഡ്രൻ. അതായത് ആവശ്യത്തിന് ഉറക്കം അല്ലേ. കുട്ടികൾക്ക് കുറഞ്ഞത് 9 മണിക്കൂറെങ്കിലും വേണം എന്താ ഉറക്കമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കുക. ദെൻ നെക്സ്റ്റ്, ഡ്രിങ്ക് ഇനഫ് വാട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നത് അല്ലേ. ഡ്രിങ്ക് ഇനഫ് വാട്ടർ. ദെൻ അടുത്തത് പ്രോപ്പർ ഹൈജീൻ ഹാബിറ്റ്സ്, ശരിയായ ശുചിത്വശീലങ്ങൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ, നമ്മുടെ ലഹരി വസ്തുക്കളുടെയൊക്കെ വർജനം. അതായത് ലഹരി വസ്തുക്കളൊന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ല. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട്, നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടുകാരുമൊക്കെ കളികളിൽ ഏർപ്പെടണം, ശരിയായിട്ടുള്ള ഭക്ഷണശീലം നമുക്ക് വേണം, ശരിയായിട്ടുള്ള ഉറക്കം വേണം, നല്ല ഹൈജീനിലെ നല്ല ശുചിത്വ ശീലങ്ങൾ വേണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലഹരി വസ്തുക്കളൊന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും? ഇനി നമുക്കവിടെ ചെറിയൊരു പോയിന്റ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആക്റ്റീവ് ഗ്രൂപ്പ് ഗെയിംസ് ആൻഡ് സഫിഷ്യൻറ്റ് സ്ലീപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്ത് ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ്. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതാണ്. നോക്കിക്കേ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിനായിക്കോട്ടെ നമ്മുടെ മനസ്സിനായിക്കോട്ടെ നല്ലൊരു ആരോഗ്യം കിട്ടാനായിട്ട് നമുക്ക് എന്ത് വേണം മക്കളെ, നമുക്ക് ശരിയായിട്ടുള്ളൊരു ഭക്ഷണശീലം വേണം അല്ലേ. അതായത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് വേണം, പിന്നെ നമ്മൾ കൂട്ടുചേർന്നുള്ള കളികളിൽ ഏർപ്പെടണം അല്ലേ, അതായത് ആക്റ്റീവ് ഗ്രൂപ്പ് ഗെയിംസിൽ ഏർപ്പെടണം. അതുപോലെ തന്നെ നമുക്ക് സഫിഷ്യൻറ്റ് സ്ലീപ്പ് വേണം അല്ലേ, അതായത് ആവശ്യത്തിനുള്ള ഉറക്കം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുള്ളൂ, നല്ലൊരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ അല്ലേ, നമുക്ക് നല്ലൊരു ആരോഗ്യം നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. നോക്കിക്കേ, അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്ട് ആർ ദി ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഉറക്കം എങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്, എപ്പോൾ ഉറങ്ങാൻ കിടക്കണം, എത്ര സമയം ഉറങ്ങണം, ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞൂലേ എങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിൽ നമ്മൾ പറഞ്ഞൂലേ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചാൽ മതിയോ? പോരാ. നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കാനായിട്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ശരിയായിട്ടുള്ള ആ ഒരു കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആഹാരം കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞില്ല, അത് നമ്മുടെ ഹെൽത്തിനെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത് അല്ലേ. ചെറിയ കുട്ടികളുടെ കാര്യമാണെങ്കിൽ മിനിമം ഒരു 9 hours എങ്കിലും നമ്മൾ ഉറങ്ങണം അല്ലേ. വലിയ ആളുകളിലോട്ട് വരുമ്പോൾ 7 to 8 hours ഒക്കെ എന്ത് ചെയ്യണം, ആളുകൾ ഉറങ്ങണമല്ലോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഈ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരു ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലാസ് തരാനൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പം മക്കൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിൽ അത്ര ഹെൽത്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ചിലപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഫാമിലിയിൽ. ചിലപ്പോൾ നിങ്ങളുടെ ഫാദറോ മദറൊക്കെ ഇതുമായിട്ട് ആരോഗ്യ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോടൊക്കെ മക്കൾക്ക് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തോട്ടാണ് പോകാനുള്ളത്. കാലാവസ്ഥയും വസ്ത്രവും എന്നുള്ള ഒരു പോർഷനാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ്. ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു
ടോപ്പിക്കാണ് കേട്ടോ. കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കാലാവസ്ഥ അല്ലേ. അപ്പോൾ കാലാവസ്ഥയും വസ്ത്രവും എന്നുള്ള പോയിന്റാണ്. ഓക്കെ മക്കളെ, മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മക്കളെ? നമ്മൾ എല്ലാ കാലാവസ്ഥയിലും ഒരേ തരത്തിലുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളും ഒരേ ഡ്രസ്സ്, നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണോ തണുപ്പ് കൂടുതലുള്ള അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ ഉപയോഗിക്കാറുള്ളത്? ആണോ മക്കളെ? അല്ല അല്ലേ. നമ്മളിപ്പോൾ തണുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ടൂറ് പോകുന്ന സമയത്ത്, നമ്മളിപ്പം ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ അല്ലേ, കൂടുതലായിട്ട് നമ്മൾ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ടൂറ് പോകുന്ന സമയത്ത് നമ്മൾ നോർമലി ഇവിടെ നിട്ട് നടക്കുന്ന വസ്ത്രങ്ങളാണോ മക്കളെ ഇടാറുള്ളത്? അല്ല, നമ്മൾ അതിൻ്റെ പുറമേട്ട് ചിലപ്പം ജാക്കറ്റൊക്കെ ഇടാറുണ്ട് അല്ലേ, നമ്മുടെ ഓവർ കോട്ടൊക്കെ ഇടാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ പോയാൽ ആ ക്ലൈമറ്റിൽ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ നോർമലി വെയർ ചെയ്യുന്ന ഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ക്ലൈമറ്റിൽ നിൽക്കാനായിട്ട് പറ്റില്ല അല്ലേ, തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ ധരിക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് ഉണ്ട്, അതായത് കാലാവസ്ഥയും വസ്ത്രവും എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. നോക്കിക്കേ മക്കളെ, the teacher distributes some books to the students from the school library. Look at the pictures on the cover of the book that Kutten got എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിലെ ചിത്രം നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് അവന് കിട്ടിയിട്ടുള്ള പുസ്തകം, അതിൻ്റെ പുറത്തുള്ള ചിത്രം ഈ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് അവിടെ ചോദിച്ചിട്ടുണ്ട്, ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത? ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള കാരണം എന്തായിരിക്കും? തുണിത്തരങ്ങൾ എല്ലാം ഒരുപോലെയാണോ എന്നൊക്കെ നമുക്കവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാനുള്ള കാരണം എന്താണ്? നോക്കിക്കേ മക്കളെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് നടക്കാറുള്ളത്? നോർമലി അല്ല അല്ലേ. എങ്ങനത്തെ ആളുകളാണ് അല്ലെങ്കിൽ എവിടെയുള്ള ആളുകളാണ് മക്കൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാറുള്ളത്? കൂടുതലായിട്ടും തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് അല്ലേ. തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലൊക്കെ വസ്ത്രങ്ങൾ ധരിക്കാറുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്കവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഹൗ മെനി കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഡു യു നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെല്ലാം തരം തുണികളെക്കുറിച്ച് അറിയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ തന്നിട്ടുണ്ട്, കോട്ടൺ അതുപോലെ തന്നെ പോളിസ്റ്ററിൽ. ഇത് രണ്ടും നമുക്കറിയാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും വെയർ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇത്തരം ഫാബ്രിക്കിൽ ഉൾപ്പെട്ടതാണ് അല്ലേ, തുണിയിൽ ഉൾപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഒന്ന് പരുത്തി, അതുപോലെ തന്നെ പോളിസ്റ്റർ. പിന്നെ ഏതൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സിനെ കുറിച്ചിട്ടുള്ള ചെറിയ നോട്ട് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. വിവിധ തരം തുണികൾ ഇതിൽ കൂട്ടുകാർ കേട്ടിട്ടുള്ളത് ഉണ്ടായിരിക്കും, ചിലതൊക്കെ പുതുതായിട്ട് മക്കൾ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കി വെക്കുക, ഇതെല്ലാം മക്കൾ പഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഈ കോട്ടൺ, അതുപോലെ തന്നെ സിൽക്ക്, പിന്നെ നമ്മൾ പറഞ്ഞ പോളിസ്റ്റർ, എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ചൊക്കെ മക്കൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നോക്കിക്കോ മക്കളെ, ടീച്ചർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൂ കേട്ടോ. ആദ്യത്തത് പരുത്തി അഥവാ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെക്കുറിച്ച് മക്കൾക്ക് അറിയാനായിട്ടാണ് ജസ്റ്റ് അവിടെ ഒരു നോട്ട് തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രകൃതിദത്ത നാരാണ് പരുത്തി. ഈ നാരുണ്ടാക്കുന്ന ചെടിയെയും പരുത്തി എന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾ അറിഞ്ഞിരിക്കുക. ദെൻ ലിനൻ എന്നുള്ളതാണ്, അതായത് ചെറുചണ എന്ന സസ്യത്തിൻ്റെ നാരുകളിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം തുണിയാണ് ലിനൻ. വളരെ ശക്തവും ഈർപ്പം ആഗിരണം ചെയ്യുന്നതുമായ ലിനൻ തുണികൾ പരുത്തിയേക്കാൾ വേഗത്തിൽ ഉണങ്ങുന്നതാണ്. ഈ സ്വഭാവ സവിശേഷതകൾ കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ ലിനൻ ധരിക്കാൻ സുഖകരമാണ്. ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ചുളിവുകൾ വരാനുള്ള സാധ്യത. അപ്പം നമ്മൾ പറഞ്ഞതാ, ചൂടുള്ള കാലാവസ്ഥയിൽ ലിനൻ എന്ന് പറയുന്ന ഒരു തുണിത്തരം ധരിക്കാൻ എന്താണ് സുഖകരമാണ് എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആണ് സിൽക്ക്. അത് മക്കൾ കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ. പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഡംബരവും പ്രോട്ടീൻ അധിഷ്ഠിതവുമായ തുണിയാണ്. വളരെ കോസ്റ്റ്ലിയാണ് ഈ സിൽക്ക് തുണികൾക്കൊക്കെ അല്ലേ. ഈ നമ്മൾ പട്ട് സാരികളൊക്കെ മേടിക്കാനായിട്ട് നല്ല പൈസയാണല്ലോ അതിന്. കാരണം എന്താണ്? അത് പട്ടുനൂൽ പുഴുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തുണിത്തരാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് പ്രോട്ടീൻ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തുണിയാണ്, നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് കമ്പിളി അല്ലേ, വൂൾ. അതും കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് മക്കളെ, എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ്? നമ്മുടെ ചെമ്മരി ആടുകൾ, അതുപോലെ തന്നെ ആട്, പിന്നെ
മറ്റ് ജീവികൾ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് ഈ ഒരു കമ്പിളി എന്ന് പറയുന്നത് കേട്ടോ. കമ്പിളി ഒരു ചൂടുള്ള ഇൻസുലേറ്റിംഗ് തുണിത്തരമാണ് അല്ലേ. നമ്മൾ തണുപ്പുള്ള സമയത്തൊക്കെ ഈ ഒരു കമ്പിളീൻ്റെ പുതപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ദെൻ അടുത്തതാണ് ഹെമ്പ് എന്ന് പറയുന്നത്. അതായത് ചണച്ചെടിയുടെ നാരുകളിൽ നിന്ന് നിർമ്മിച്ച സുസ്ഥിരവും മോടിയുള്ളതുമായിട്ടുള്ള ഒരു തുണിയാണ് ഹെമ്പ്. അത് ചിലപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. ദെൻ പോളിസ്റ്റർ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അത് നോക്കിക്കുക, മനുഷ്യനിർമ്മിതവും പരിപാലിക്കാൻ എളുപ്പവും പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതും കൂടുതൽ ഈട് നിൽക്കുന്നതുമാണ് പോളിസ്റ്റർ. നമുക്കറിയാമല്ലേ, പോളിസ്റ്റർ ഒരുപാട് കാലം ഈട് നിൽക്കും അല്ലേ. നമുക്കതിന് കളറ് പോവാതെയും അതുപോലെ തന്നെ പെട്ടെന്ന് കീറി പോകാതെയൊക്കെ നമുക്ക് ഒരുപാട് കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ മനുഷ്യനിർമ്മിതവും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണക്കി എടുക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു തുണിത്തരമാണ് ഈ പോളിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നൈലോൺ എന്ന് പറയുന്നത്. കൂടുതൽ ഭാരം കുറഞ്ഞതും ഉരച്ചിലിനെ പ്രതിരോധിക്കുന്നതുമാണ് ഈ നൈലോൺ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ടെറി കോട്ടൺ ആണ് കേട്ടോ. വലിയ അളവിൽ വെള്ളം ആഗിരണം ചെയ്യാൻ കഴിയുന്ന നൂലിൻ്റെ നീണ്ടു നിൽക്കുന്ന ലൂപ്പുകൾ കൊണ്ട് നെയ്ത ഒരു തുണിത്തരമാണ് ടെറി കോട്ടൺ എന്ന് പറയുന്നത്. അടുത്തത് സാറ്റിനാണ്. ഔപചാരിക വസ്ത്രങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന മിനുസമാർന്നതും തിളക്കമുള്ളതുമായിട്ടുള്ള തുണിയാണ്. ദെൻ ആക്രിലിക്, കമ്പിളിയുടെ രൂപവും ഭാവവും അനുകരിക്കുന്ന മൃദുവായിട്ടുള്ള ചൂടുള്ള തുണിയാണ്. ദെൻ വെൽവെറ്റ്, അത് കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും. വെൽവെറ്റ് ഒരു ആഡംബരവും മൃദുവുമായ മിനുസമാർന്നതുമായിട്ടുള്ള തുണിത്തരമാണ്. നമുക്കറിയാലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് വെൽവെറ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മക്കൾക്ക് അറിയുന്നത് തന്നെ മക്കളൊന്ന് ഓർത്തിരിക്കുക. പുതിയതിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് മക്കൾ ഓർത്തിരുന്നാൽ നന്നാവും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് വരുമ്പോൾ അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ദി ക്ലോത്ത്സ് ദാറ്റ് വി വേർ ഡ്യൂറിങ് സമ്മർ ഹാവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നോക്കിക്കേ, ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഏതെല്ലാം അതായത് ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളിപ്പോൾ മഴക്കാലത്ത് ധരിക്കുന്ന അതേ വസ്ത്രങ്ങളാണ് മക്കളെ നമ്മൾ വേനൽക്കാലത്ത് ധരിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ അതിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്താറുണ്ട്. നമുക്ക് കൂട്ടുകാർക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ചില ഈ പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെ നമ്മൾ ചില വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് അത് നമുക്ക് ചൂട് കൂടുതലാണ്. പ്രത്യേകിച്ച് പോളിസ്റ്റർ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മുതലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചൂടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കത് കുറച്ച് അധികം ചൂടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചത്, എന്തെല്ലാം സവിശേഷതകളാണ് ഈ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം. പിന്നെ അതുപോലെ തന്നെ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലം ഉണ്ടാകണം. നമ്മളിപ്പോൾ ഈ പോളിസ്റ്റർ ഡ്രസ്സാണ് ധരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈർപ്പൊന്നും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അത് വലിച്ചെടുക്കില്ല അല്ലേ. പക്ഷേ കോട്ടൺ വസ്ത്രങ്ങളൊക്കെയാണ് ധരിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മുടെ വിയർപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചൂട് കാലത്ത് വിയർപ്പൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈർപ്പൊക്കെ എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അപ്പം ആ ഒരു സവിശേഷത ഉണ്ടായിരിക്കും. അതായത് ഈർപ്പം വേഗം വലിച്ചെടുക്കാൻ കഴിയുന്ന വസ്ത്രങ്ങളായിരിക്കണം. അതുപോലെ തന്നെ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലമുള്ള വസ്ത്രങ്ങളും ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂട് കാലത്ത് ധരിക്കേണ്ടത് കേട്ടോ. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി, അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. ദെൻ അടുത്തത് ദർ ഷുഡ് ബി ഇൻ്റർവ്യൂ ഗ്യാപ്പ് ടു എൻഷുവർ ഫ്ലോ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇവിടെ നോക്കിക്കേ, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലം ഉണ്ടാകണം അല്ലേ. അപ്പം ഈ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വേണ്ട സവിശേഷതകൾ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം നോക്കിക്കേ. നമ്മൾ പറഞ്ഞു ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി, അതായത് ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം. ദർ ഷുഡ് ബി എ ഇൻ്റർവ്യൂ ഗ്യാപ്പ് ടു എൻഷുവർ ഫ്ലോ ഓഫ് എയർ അല്ലേ, വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഇഴയകലം ഉണ്ടാകണം. അതുപോലെ തന്നെ ലൂസ് ക്ലോത്തിങ് ഷുഡ് ബി വോൺ ദാറ്റ് ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദി സ്കിൻ, അതായത് നമ്മുടെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കാത്ത അഴഞ്ഞ വസ്ത്രങ്ങൾ വേണം നമ്മൾ കൂടുതൽ ധരിക്കാനായിട്ട് അല്ലേ. നമ്മൾ ചൂട് കാലത്തൊക്കെ നമ്മൾ കുറച്ച് ഫിറ്റായിട്ടുള്ള, നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുകയാണെങ്കിൽ എന്താവും, നമുക്കത് ചൂട് അധികം ആകാനായിട്ട് ഇടയാക്കൂല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിലൊന്നും അധികം, നമ്മുടെ സ്കിന്നിലൊന്നും അധികം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാത്ത ടൈപ്പുള്ള ക്ലോത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ധരിക്കാനായിട്ട്. ഓക്കെ മക്കളെ, ഇത് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ദാറ്റ് റിഫ്ലക്ട് സൺലൈറ്റ് ആൻഡ് വോണ്ട് അബ്സോർബ് ഹീറ്റ്, അതായത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതും അതുപോലെ ചൂട് ആഗിരണം ചെയ്യാത്തതുമായിട്ടുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാനായിട്ട് കേട്ടോ. ഏത് നിറത്തിലുള്ളതാണ്? ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് അല്ലേ. ഏത് കളറാണ്? ലൈറ്റ് കളേർഡ്. അത് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇത് ലാസ്റ്റ് പോയിന്റ് നോക്കിക്കേ.
ഫാബ്രിക് ഷുഡ് ബി മോയ്സ്ചർ വിക്കിംഗ് ആൻഡ് ക്വിക്ക് ഡ്രൈയിങ്. അതായത് ഈർപ്പം വലിച്ചെടുക്കുന്നതും പെട്ടെന്ന് ഉണങ്ങുന്നതുമായിട്ടുള്ള തുണിത്തരങ്ങൾ ആയിരിക്കണം അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ സമ്മറിൽ ഓരോ ക്ലോത്ത് നമ്മൾ സമ്മറിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഇത്ര ചിലപ്പം മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് അതൊരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ ചിലപ്പം പ്രയാസമുള്ള കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, മക്കൾക്ക് പറ്റുന്ന ചെറിയ പോയിൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. മുഴുവനായിട്ട് പഠിക്കാതെ മക്കൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പോയിൻറ്റ്സ് മാത്രം മക്കൾ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ. Which type of clothes have these features the most? Cotton clothes or polyester clothes? How can we find out എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് മക്കളെ, നമ്മളിപ്പം കുറേ സവിശേഷതകൾ പറഞ്ഞു അല്ലേ. ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് വേണ്ട സവിശേഷതകൾ നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പം ഈ സവിശേഷതകൾ ഏതു തരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത് എന്നാണ് ചോദിച്ചത്. അതായത് നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങളില്ലേ, അതായത് പരുത്തി വസ്ത്രങ്ങൾക്കാണോ അല്ലെങ്കിൽ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കാണോ കൂടുതൽ ഇത്തരത്തിലുള്ള സവിശേഷതകൾ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതിനായിരിക്കും മക്കളെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ചൂടുകാലത്ത് ഏത് കോട്ടൺ വസ്ത്രങ്ങളാണോ അല്ലെങ്കിൽ പോളിസ്റ്റർ ഡ്രസ്സുകളാണോ നിങ്ങൾ കൂടുതൽ ചൂസ് ചെയ്യാറുള്ളത്? ഏതാണ് മക്കളെ? പറ്റുന്ന കൂട്ടുകാർ എന്ത് ചെയ്യാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ചില കൂട്ടുകാർക്കൊക്കെ അത് അറിയണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട് എങ്ങനെ കണ്ടെത്താം, അതായത് ചൂടുകാലത്ത് നമ്മൾ ധരിക്കേണ്ട വസ്ത്രം ഏതാണെന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടെത്താം. ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യും. നമുക്ക് എന്താ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ മക്കളെ, ലെറ്റ്സ് എക്സ്പെരിമെൻറ്റ്. ടേക്ക് എ പീസ് ഓഫ് cotton and a polyester fabric of equal size. Take equal quantity of water in 2 glasses and dip each cloth piece completely in the water. Take them out after 1 minute. Observe the quantity of water left in each glass. What did you find out? Discuss the റീസൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് മക്കളെ ചെയ്യേണ്ടത്? നോക്കിക്കേ, പരുത്തിയുടെയോ അതായത് നമ്മുടെ കോട്ടൺ കേട്ടോ, കോട്ടൺ ക്ലോത്ത് എന്നാണ് പരുത്തി എന്ന് പറയുന്നത്. അപ്പോൾ പരുത്തിയുടെയും അതുപോലെ തന്നെ പോളിസ്റ്ററിൻ്റെയും തുണി കഷ്ണങ്ങൾ ഒരേ അളവിലെടുക്കണം. എങ്ങനെയാണ് മക്കളെ എടുക്കേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം അല്ലേ. ഒരു കോട്ടൻ്റെ തുണിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു തുണിയുടെ പീസും ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും ഏകദേശം എന്ത് ചെയ്യണം മക്കൾ? ഒരേ ലെങ്ത്തിലാണ് എടുക്കേണ്ടത്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് നോക്കൂ. ഒരേ വലുപ്പമുള്ള 2 ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുണികൾ പൂർണ്ണമായും അതിൽ മുക്കുക. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, നമുക്ക് എന്തൊക്കെ വേണം എക്സ്പെരിമെൻറ്റിന്? 2 ഗ്ലാസ് വേണം. അതിൽ തുല്യ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. തുല്യ അളവിലാണ് 2 ഗ്ലാസ്സിലും വെള്ളം എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് വേണം മക്കളെ? ഒരു പോളിസ്റ്ററിൻ്റെ ക്ലോത്തും അതുപോലെ തന്നെ ഒരു കോട്ടൻ്റെ ക്ലോത്തും വേണം. ഇത് രണ്ടും അതെന്ത് മക്കൾ ശ്രദ്ധിക്കണം, സെയിം ലെങ്ത്തിൽ വേണം എടുക്കാനായിട്ട്. ഓക്കെ മക്കളെ, അതിനുശേഷം എന്ത് ചെയ്യണം? 2 ഗ്ലാസ്സിൽ തുല്യ അളവിൽ വെള്ളം എടുത്തിട്ട് തുണികൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? അതിലേക്ക് ഡിപ്പ് ചെയ്യുക, അതിലേക്ക് മുക്കിയെടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് അവ പുറത്തെടുക്കുക. ഓരോ ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് നിരീക്ഷിക്കുക. ഓക്കെ മക്കളെ, എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്, കാരണം എന്തെന്ന് ചർച്ച ചെയ്യൂ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഏത് ക്ലോത്ത് ആയിരിക്കും കൂടുതൽ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക മക്കളെ? ഏത് ക്ലോത്ത് ആയിരിക്കും? മക്കൾ ഇന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇത്തരത്തിലുള്ള പരീക്ഷണം മക്കൾ ചെയ്ത് നോക്കും. അതിന് മുന്നേ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്സിന് ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നന്നായിരിക്കും. മക്കൾക്ക് പറ്റുകയാണെങ്കിൽ മിസ്സിന് ഷെയർ ചെയ്ത് തരികയാണെങ്കിൽ മിസ് അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് ക്ലോത്ത് ആയിരിക്കും കൂടുതൽ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക? യെസ്, കോട്ടൺ ക്ലോത്ത് ആണല്ലോ. അതായത് പരുത്തി വസ്ത്രമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? കൂടുതൽ വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടാവുക അല്ലേ. ഇപ്പോൾ മക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ തന്നെ കഴുകിയിടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവും, നമ്മളൊരു പോളിസ്റ്റർ ഡ്രസ്സ്
ഒരു കോട്ടൺ ഡ്രസ്സും നമ്മൾ അലക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വേഗം മനസ്സിലാവും. പോളിസ്റ്ററിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ അലക്കി വേഗം നമ്മളൊരു അയലോ മറ്റൊക്കെ അത് തൂക്കി വിരിച്ചിട്ടാൽ എന്ത് ചെയ്യും, അതിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് പോകും. പക്ഷേ മറ്റേതാണ് എന്ത് ചെയ്യുക, കുറച്ച് ടൈം എടുത്തൊക്കെ ഉണങ്ങുക അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പം നിങ്ങളുടെ ഡെസ്കിലോ അല്ലെങ്കിൽ ടേബിളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ പോളിസ്റ്ററിൻ്റെ തുണി വെച്ചും അത് തുടയ്ക്കുകയാണ്, അതുപോലെ തന്നെ കോട്ടൻ്റെ തുണി വെച്ചിട്ടും നമ്മൾ തുടയ്ക്കുകയാണ്. ഏതിനോട് തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക? ഏതിനോടാണ്? യെസ്, കോട്ടൺ ക്ലോത്ത് അല്ലേ, അതായത് പരുത്തി വസ്ത്രമാണ്. പരുത്തി തുണിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വൈപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പോളിസ്റ്റർ കൊണ്ട് അത് നമുക്ക് സാധ്യമല്ല അല്ലേ. അപ്പം ഏത് തുണിയായിരിക്കും കൂടുതൽ ഈർപ്പം വലിച്ചെടുക്കുക? പരുത്തി തുണിയായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നമ്മൾ ഡിപ്പ് ചെയ്ത ഗ്ലാസ് എവിടെയാണോ ആ ഗ്ലാസിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും. മറ്റേ ഗ്ലാസ്സിൽ എന്തുണ്ടായിരിക്കും മക്കളെ, കുറച്ചുകൂടി കൂടുതലുണ്ടായിരിക്കും അല്ലേ. ഇത് നമ്മൾ പോളിസ്റ്റർ ഡിപ്പ് ചെയ്തിട്ടുള്ള പോളിസ്റ്ററിൻ്റെ തുണി നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഡിപ്പ് ചെയ്തു. ഇതിൽ നമ്മൾ കോട്ടൻ്റെ തുണി ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യമുള്ള അത്രയും വെള്ളം ഉണ്ടായിരിക്കും മക്കളെ? ഇല്ല, അതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. കാര്യം എന്താണ്, ആ ക്ലോത്ത് അതിൽ നിന്ന് കുറച്ചധികം വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഈ എക്സ്പെരിമെൻ്റ് മക്കൾ ലൈവായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താ നോക്കിക്കേ, വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ദി റെയിനി സീസൺ? എന്താണ് മക്കളെ ചോദിച്ചത്? വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ദി റെയിനി സീസൺ? അതായത് നമ്മുടെ റെയിനി സീസണിൽ അല്ലേ, റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മഴക്കാലത്ത് ഏത് തരം വസ്ത്രമായിരിക്കും അനുയോജ്യം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഏത് തരത്തിലുള്ള വസ്ത്രമാണ് മക്കളെ? നമുക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന വസ്ത്രമാണോ വേണ്ടത്? യെസ് അല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണങ്ങുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മഴക്കാലത്ത് ചൂസ് ചെയ്യേണ്ടത് അല്ലേ. ക്ലോത്ത് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി അല്ലേ, വേഗം ഉണങ്ങി കിട്ടുന്ന വസ്ത്രങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മഴക്കാലത്ത് വെയർ ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, പിന്നെ ഏതൊക്കെ വസ്ത്രങ്ങളാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് റെയിനി സീസണിൽ? നോക്കിക്കേ മക്കളെ, മഴക്കാലത്ത് ഏത് തരം വസ്ത്രമാണ് അനുയോജ്യം അല്ലേ. ഒന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? ക്ലോത്ത് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി, അതായത് വേഗത്തിൽ ഉണങ്ങുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോൺ വാട്ടർ അബ്സോർബൻറ്റ്, അതായത് ജലം ആഗിരണം ചെയ്യാത്തത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ചൂസ് ചെയ്യാനായിട്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് ഈസി ടു ക്ലീൻ, വൃത്തിയാക്കാൻ എളുപ്പമായത്. അതുപോലെ എൻഷുവർ ബ്രീത്തബിലിറ്റി, അതായത് ശ്വസനക്ഷമത ഉറപ്പുവരുത്തുന്നത്. വാട്ടർ റിപ്ലൻറ്റ്, അതായത് നമ്മൾ വെള്ളം അകറ്റുന്ന തരം, അതാണ് വാട്ടർ റിപ്ലൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. വെള്ളം എന്ത് ചെയ്യുക, നമ്മുടെ ദേഹത്തേക്ക് വരാതെ എന്ത് ചെയ്യുക, അതിനെ ആ ഒരു ഡ്രസ്സിൽ തട്ടിയിട്ട് തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ടൈപ്പ് ക്ലോത്ത് വേണം നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു വേഗത്തിൽ ഉണങ്ങുന്നത് വേണം. അതുപോലെ തന്നെ ജലം ആഗിരണം ചെയ്യാത്തതാണ് അല്ലേ, ജലം ആഗിരണം ചെയ്യാത്തതാണ്. അതുപോലെ ഈസി ടു ക്ലീന്, ദെൻ എൻഷുവർ ബ്രീത്തബിലിറ്റി അല്ലേ, നമുക്ക് ശ്വസനക്ഷമത ഉറപ്പ് വരുത്തുന്നത്. ദെൻ പിന്നെ വെള്ളം അകറ്റുന്ന തരത്തിലുള്ളതാണെങ്കിൽ എന്തായിരിക്കും, കൂടുതൽ നന്നായിരിക്കും അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് നമ്മൾ വസ്ത്രം ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, മഴക്കാലത്ത് നമ്മൾ കോട്ടൺ വസ്ത്രം പ്രിഫർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പോളിസ്റ്റർ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതാണോ കുറച്ചും കൂടി നല്ലത്? ഏതാണ് മക്കളെ? യെസ്, കോട്ടനേക്കാൾ നല്ലത് എന്താണ്, പോളിസ്റ്റർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലേ. അതിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിൽ ഉണക്കാൻ പറ്റും. അതുപോലെ ജലം ആഗിരണം ചെയ്യാത്തത് അല്ലേ, ജലം ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു അല്ലേ, കോട്ടനും പോളിസ്റ്ററും വെക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നത്? കോട്ടനാണ്. ഓക്കെ, ദെൻ ഈസി ടു ക്ലീൻ, അതെ അല്ലേ, നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് പോളിസ്റ്റർ ക്ലോത്തൊക്കെ. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ വെള്ളം അകറ്റുന്ന തരത്തിലുള്ള ക്ലോത്താണ് ഈ പോളിസ്റ്റർ ടൈപ്പിലൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ഓരോ സീസൺ വരുമ്പം അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് കുറച്ച് അധികം പോയിന്റ്സ് അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ വെള്ളം അകറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കുറച്ച് നോട്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഒന്ന് നൈലോണൊക്കെ അത്തരം വാട്ടർ റിപ്ലൻ്റ് ഫാബ്രിക്കാണ്. ദെൻ പോളിസ്റ്റർ നമ്മളിപ്പം പറഞ്ഞു അല്ലേ. ദെൻ PVC, അതായത് പോളി വിനൈൽ ക്ലോറൈഡ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ഫാബ്രിക്സും ഉണ്ട് കേട്ടോ. ഓക്കെ മക്കൾ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് അധികം നോട്ടിന് വേണ്ടിയിട്ടാണ്, അധികം വായനയ്ക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. നോക്കൂ, ചെറിയൊരു നോട്ട് നമുക്കവിടെ തന്നിട്ടുണ്ട്. മക്കളവിടെ പിക്ചർ നോക്കിക്കേ, നമുക്കെല്ലാം പരിചയമുള്ള കുറച്ച് അനിമൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ.
ഓക്കെ മക്കളെ, പെൻഗ്വിന് അതുപോലെ തന്നെ ഷീപ്പിൻ്റെയൊക്കെ പിക്ചേഴ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അവരെ കണ്ടിട്ട് നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ മക്കളെ? അവർ താമസിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ മക്കളെ? ഉണ്ടോ? നമുക്ക് നോക്കാം അല്ലേ. നോക്കിക്കേ, ദ ഷീപ്പ് ആൻഡ് ദി പോളാർ ബെയർ ദാറ്റ് ലിവ് ഇൻ കോൾഡർ ക്ലൈമറ്റ്സ് ഹാവ് എ തിക്ക് കോട്ട് ഓഫ് ഫർ ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ദി കോൾഡ്. ഫോർ പെൻഗ്വിൻസ് their feathers protect them from the cold. The layer of fat under the skin of the creatures found in such areas also protects them from the cold എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നമ്മുടെ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട്, ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമാവരണമാണുള്ളത് അല്ലേ മക്കളെ. നോക്കിക്കേ, ചെമ്മരിയാട് അതുപോലെ തന്നെ നമ്മുടെ ഹിമക്കരടി അല്ലേ, പോളാർ ബെയർ എന്ന് പറയുന്നതിനൊക്കെ എന്തുണ്ട് മക്കളെ, അതിൻ്റെയൊക്കെ സ്കിന്നിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, അതിനൊക്കെ ഒരു കട്ടിയുള്ള രോമമാണ് അതിനൊക്കെ ഉള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് മക്കളെ? അവർ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിലാണ് അവയൊക്കെ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ടാണ് അത്തരം ജീവികൾക്ക് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നത്, ഇങ്ങനെയുള്ളൊരു ആവരണം കൊടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് പെൻഗ്വിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അവയുടെ തൂവലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തണുപ്പിൽ നിന്ന് അവയ്ക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അല്ലേ. ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിൽ കൊഴുപ്പിൻ്റെ പാളിയും അവ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. നോക്കിക്കേ മക്കളെ, അപ്പോൾ എന്താണ് ഇവരുടെ രോമോ അല്ലെങ്കിൽ ഇവരുടെ ഫെദറോ മാത്രമല്ല ഉള്ളത്, പിന്നെ എന്തുകൂടിയുണ്ട്, അത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിൽ ചെറിയൊരു കൊഴുപ്പിൻ്റെ ഒരു പാളി ഉണ്ടായിരിക്കും കേട്ടോ, ഒരു കൊഴുപ്പിൻ്റെ പാളി ഉണ്ടായിരിക്കും. അതും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ദം ഫ്രം ദി കോൾഡ് അല്ലേ, അവരെ തണുപ്പിൽ നിന്ന് അവരെ അത് എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദ ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ദി സ്കിൻ, ദ ലെയർ ഓഫ് ഫാറ്റ് അല്ലേ, കൊഴുപ്പിൻ്റെ ഒരു ലെയർ ഉണ്ട് അവരുടെ സ്കിന്നിൻ്റെ അടിയിൽ, അതും അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തണുപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം എല്ലാവരും എന്ത് ചെയ്യുന്ന എടുത്തിട്ടുള്ള ഭാഗം നോക്കുക. EVS ആണ്, നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് കൺസെപ്റ്റൊക്കെ അറിയേണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് എക്സാമിന് എഴുതാനായിരിക്കും കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കുക. മലയാളം മീഡിയം കൂട്ടുകാർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് മിസ്സിന് തോന്നുന്നു. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ എക്സാം നമുക്ക് നമ്മുടെ മുന്നിലെത്തി നിൽക്കുകയാണല്ലേ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി നമ്മുടെ എക്സാമിനായിട്ടുള്ളൂ. മാർച്ച് ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും, നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യൂലേ. അപ്പം മക്കൾക്ക് ഇനി കുറച്ച് സമയം, ഇപ്പം തന്നെ ജനുവരി 1 ആയില്ലേ, ഇനി നമുക്കൊരു 2 മന്തും കൂടിയൊക്കെ ഉള്ളൂ. മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് എല്ലാ കാര്യങ്ങളും വേഗം പഠിച്ചെടുക്കണം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ LSS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ മിസ്സിന് LSS എക്സാം നമുക്ക് നെക്സ്റ്റ് ഇയറൊക്കെ എഴുതാനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വെക്കേഷൻ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് മിസ് പിന്നെ പറയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മക്കളെല്ലാവരും നമ്മൾ എടുത്തിട്ടുള്ള ഭാഗം വായിക്കുക. മിസ് എന്ത് ചെയ്യാം, ഈ ഒരു EVSൻ്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ മക്കൾ നന്നായിട്ട് ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.